എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 അലോട്ട്മെന്റ് 2025 മെയ് മാസം 20 നാളെ അലോട്ട്മെന്റ് കൊടുക്കാനുള്ള അലോട്ട്മെന്റിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ട്രയൽ അലോട്ട്മെന്റ് 24 പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് +1 ട്രയൽ അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് മറന്നുപോയോ? പേടിക്കേണ്ട, എങ്ങനെ തിരിച്ചെടുക്കാം? ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെന്റ് 2025 +1 അലോട്ട്മെന്റിന്റെ അപേക്ഷാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോട്ട്മെന്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ മെയ് മാസം 20-ാം തീയതിയാണെന്ന് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. 4 ലക്ഷത്തിന് മേലെ അപേക്ഷകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആരെങ്കിലും തന്നെ ഇനി അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ SLC ക്വാളിഫൈഡ് ആയി ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് 5 മണിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞാൽ പോലും നിങ്ങളൊരു കുറച്ച് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. കാരണം കൃത്യം 5 മണിയാകുമ്പോൾ ചിലപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ അവിടെ പകുതി വെച്ച് നിന്ന് പോകും. അതുകൊണ്ട് തന്നെ 5 മണി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെന്റ് മെയ് മാസം 24 പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നാൽ, ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചാൽ ആ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. +1 അലോട്ട്മെന്റ് 2025 ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ചെക്ക് +1 ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്ത ശേഷം hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, യൂസർ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് തുറന്നു വരിക. ആ യൂസർ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യുക. ശേഷം തുറന്നു വരുന്ന പേജിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ്, ഒന്നുകൂടെ ഓർത്തിരുന്നോ, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെന്റ്, ഒന്നുകൂടെ ഓർത്തിരുന്നോ, സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം എന്തില്ല, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇല്ല എന്നാണ് അർത്ഥം. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് മറന്നുപോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ചെടുക്കാൻ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾ ഗൂഗിളോ ക്രോമിലോ കയറി hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ഗെറ്റ് യൂസർ നെയിം, ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ SLCയുടെ സ്കീം, SLC പാസ്സായ വർഷം, SLCയുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള നിങ്ങളുടേതായ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. ആ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അന്നേരം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്യും, hscap തന്നെ കണ്ടെത്തി. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ hscap തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി പാസ്വേഡ് മറന്നുപോയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. hscap.kerala.gov.in ഗൂഗിളിലോ ക്രോമിലോ കയറി വെച്ചാൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ആ പേജിൽ നിങ്ങൾക്ക് യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാൻ കാണും. അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയില ബോക്സിൻ്റെ ഏറ്റവും അടിയിലെ ഒരു അടിഭാഗത്തായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോർഗോട്ട് പാസ്വേഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. ഒരു നീല അക്ഷരത്തിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ പോയ പോലെ തന്നെ നിങ്ങളുടെ SLC സ്കീം, വർഷം, നിങ്ങളുടെ SLCയുടെ രജിസ്റ്റർ നമ്പർ, മറ്റ് കാര്യങ്ങളൊക്കെ നൽകി നിങ്ങൾ കൺഫേം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അവിടെ ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ തുറന്നു വരും. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അതിൽ ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കൺഫേം ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലും വീണ്ടും അതേ പാസ്വേഡ് തന്നെ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നുപോയാൽ ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ തിരിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.